ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയ്ക്ക് ലഭിച്ച സപ്പോർട്ടിന് നന്ദി. ഇന്നത്തെ വീഡിയോ അതിൻ്റെ പാർട്ട് 2 ആണ്. അതിനാൽ ഒറ്റ ഷോട്ട് പോലും മിസ് ആക്കരുത്. വരൂ നേരെ വീഡിയോയിലേക്ക് പോകാം. ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടൻറ്റ് ഫ്യൂച്ചർ ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളെക്കുറിച്ച് വിവരിക്കുക. 1. നഗരാസൂത്രണം, ടൗൺ പ്ലാനിംഗ്. ഹാരപ്പ പട്ടണങ്ങൾക്ക് 2 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, കോട്ടയും കീഴ്പട്ടണവും. കോട്ടയ്ക്ക് അകത്തുള്ള സ്ഥലം ഭരണവർഗത്തിൻ്റെതായിരിക്കാം, കാരണം അവിടെ വലിയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കീഴ്പട്ടണങ്ങൾ സാധാരണ ജനങ്ങളുടെ താമസ സ്ഥലങ്ങളായിരുന്നു. 2. വീടുകൾ, ഹൗസസ്. ആസൂത്രിതമായ തെരുവുകളുടെ ഇരുവശങ്ങളിലായാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വീടുകൾ വ്യത്യസ്ത ഘടനയിലുള്ളതായിരുന്നു. ചില വീടുകൾ ഒറ്റമുറി മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ മറ്റു ചില വീടുകൾ 12 മുറികളുള്ള വീടുകൾ ഉണ്ടായിരുന്നു. കോണിപ്പടികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതുകൊണ്ട് ഇരുനില വീടുകളും ഉണ്ടായിരുന്നുവെന്ന് അനുമാനിക്കാം. മിക്ക വീടുകൾക്കും സ്വന്തം കിണറും നടുമുറ്റവും ഉണ്ടായിരുന്നു. എല്ലാ വീടുകൾക്കും ശൗചാലയങ്ങളുണ്ടായിരുന്നു. 3. അഴുക്കുചാൽ സമ്പ്രദായം, ഡ്രെയിനേജ് സിസ്റ്റം. ഹാരപ്പൻ നഗരങ്ങൾ ഒന്നാംതര ശുചീകരണ സൗകര്യങ്ങളോട് കൂടിയവ ആയിരുന്നു. മുഴുവൻ പട്ടണത്തിനും പൊതുവായ ഒരു അഴുക്കുചാൽ പദ്ധതി ഉണ്ടായിരുന്നു. വീടുകളിൽ അഴുക്കുചാൽ തെരുവിലെ ചാലുമായി ബന്ധിച്ചിരുന്നു. ഇഷ്ടികയോ കല്ലിൻ്റെ സ്ലാബോ ഉപയോഗിച്ച് ഇവ മൂടിയിരുന്നു. ആരോഗ്യത്തിനും ശുചിത്വത്തിനും ഹാരപ്പൻ ജനത കൽപ്പിച്ച പ്രാധാന്യം ഈ ശുചീകരണ സംവിധാനങ്ങൾ വ്യക്തമാക്കുന്നു. മികച്ച നഗരഭരണവും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും ഹാരപ്പൻ ജനതയ്ക്ക് ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. 4. വലിയ കുളിപ്പുര, ദ ക്രിയേറ്റ് പാത്ത്. മോഹൻജോദാരോവിൽ ആണിത് കണ്ടെത്തിയത്. കുളത്തിൻ്റെ അടിത്തട്ടിൽ കന്മദം എന്ന ധാതു ഉപയോഗിച്ച് വെള്ളം ചോരാതാക്കിയിട്ടുണ്ട്. അഴുക്കുവെള്ളം ചേർത്തിക്കളയാനുള്ള സംവിധാനവും ഉണ്ടായിരുന്നു. കുളത്തിനു ചുറ്റും അനേകം മുറികൾ ഉണ്ടായിരുന്നു. വസ്ത്രങ്ങൾ മാറാനായിരിക്കണം ഇത്. അനുഷ്ഠാനപരമായ ചടങ്ങുകൾ പങ്കെടുക്കുന്ന രാജാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും സ്നാനത്തിനുള്ളതായിരിക്കാം ഈ കുളം. Question number 4. Give an account the interest the and crafts in the ഹാരപ്പൻ പീരിയഡ്. ഹാരപ്പൻ കാലഘട്ടത്തിലെ കലകളും വേലകളും എപ്രകാരമായിരുന്നു? ആൻസർ. ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മുദ്രകൾ, കളിമൺ രൂപങ്ങൾ, മൺപാത്രങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവ അവരുടെ കരവിരുതിന് ഉദാഹരണമാണ്. മൺപാത്ര നിർമ്മാണത്തിനായി ഉപയോഗിച്ച ചൂളകളുടെ അവശിഷ്ടങ്ങൾ ധാരാളമായി ലഭിച്ചിട്ടുണ്ട്. മൺപാത്രങ്ങൾ പൊതുവെ ചെറുതും ചിത്രപ്പണികൾ ഉള്ളതുമായിരുന്നു. മൺപാത്രങ്ങളിൽ സസ്യങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, മനുഷ്യരൂപങ്ങൾ എന്നിവയാണ് ആലേഖനം ചെയ്തിരുന്നത്, അതായത് വരച്ചിരുന്നത്. ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും കണ്ടുകിട്ടിയ ചില പാത്രങ്ങൾ ഒഴിച്ചാൽ ഹാരപ്പൻ മൺപാത്രങ്ങൾ പൊതുവെ ഒരേപോലെയാണ്. കറുപ്പ്, ചുവപ്പ് നിറങ്ങളായിരുന്നു ഇവയ്ക്ക്. ശില്പകലയും കൊത്തുപണിയും. വെങ്കലം, കളിമണ്ണ്, കല്ല് എന്നിവ കൊണ്ടാണ് പ്രതിമകൾ നിർമ്മിച്ചിരിക്കുന്നത്. മോഹൻജോദാരോവിൽ നിന്ന് കണ്ടെത്തിയ വെങ്കലത്തിൽ നിർമ്മിച്ച നർത്തകിയുടെ രൂപമാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കലാശില്പം. മോഹൻജോദാരോവിൽ നിന്ന് കണ്ടെത്തിയ മറ്റൊരു പ്രതിമ ഒരു യോഗിയുടേതാണ്. ഈ പ്രതിമയ്ക്ക് മീശയില്ലെങ്കിലും താടിയുണ്ട്. ധ്യാനത്തിലിരിക്കുന്ന മട്ടിൽ കണ്ണുകൾ പകുതി അടിച്ചിരുന്നു. പുരോഹിതൻ ആണെന്ന് കരുതുന്നു. ഹാരപ്പയിൽ നിന്ന് വെങ്കലത്തിൽ നിർമ്മിച്ച 2 കാളവണ്ടികൾ കണ്ടെത്തിയിട്ടുണ്ട്. ധാരാളം കളിമൺ രൂപങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതിൽ പക്ഷി മൃഗാദികളുടെയും സ്ത്രീ പുരുഷ രൂപങ്ങളും ഉണ്ട്. ആഭരണ നിർമ്മാണം. ഹാരപ്പക്കാർ ചെമ്പ്, വെങ്കലം, സ്വർണം എന്നിവ ഉപയോഗിച്ചാണ് ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നത്. ലോഥലിൽ നിന്ന് മുത്ത് നിർമ്മാണ കേന്ദ്രത്തിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഹാരപ്പൻ സൈറ്റുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള വളകൾ നിർമ്മിച്ചിരുന്നത് കളിമൺ, വെങ്കലം, ആമത്തോട് എന്നിവ ഉപയോഗിച്ചാണ്. വൈഡൂര്യം, മാണിക്യം, സ്വർണം, വെള്ളി എന്നിവ കൊണ്ട് അവർ ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു. ഹാരപ്പയിൽ വിവിധതരം തൊഴിലുകൾ നിലനിന്നിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ വിവിധതരം കരകൗശല വസ്തുക്കൾ. ഗീവ് എ ബ്രീഫ് അക്കൗണ്ട് ദ ഹാരപ്പൻ ട്രേഡ് വിത്ത് മെസോപ്പൊട്ടാമിയ. മെസോപ്പൊട്ടാമിയയുമായി ഹാരപ്പയ്ക്കുണ്ടായ വ്യാപാര ബന്ധത്തെക്കുറിച്ച് ഒരു വിവരണം നൽകുക. മെസോപ്പൊട്ടാമിയൻ, ഈജിപ്ത്, ഗ്രീറ്റ് എന്നീ സ്ഥലങ്ങൾ ഹാരപ്പൻ സാധനങ്ങൾക്ക് നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഈ സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയ മുദ്രകൾ ഇന്നും ഇതു ശരിയായി വയ്ക്കുന്നു. ഹാരപ്പൻ വ്യാപാരത്തിൽ മുഖ്യ പങ്കാളിയും ഹാരപ്പൻ ഉൽപ്പന്നങ്ങളുടെ പ്രധാന ഉപഭോക്താവും മെസോപ്പൊട്ടാമിയ ആയിരുന്നു. സൂസ, ഊർ, കീഷ്, ലഗാഷ്,
തുടങ്ങിയ മെസൊപ്പൊട്ടാമിയൻ നഗരങ്ങളിൽ നിന്നും ഏകദേശം 2 ഡസൻ ഹാരപ്പൻ മുദ്രകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം മുദ്രകൾ പേർഷ്യൻ ഗൾഫ് പ്രദേശങ്ങളായ ഫൈൽക്ക, ബഹറിൻ എന്നീ സൈറ്റുകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഹാരപ്പൻ ലിപിയോടുകൂടിയ ഒരു സീൽ മെസൊപ്പൊട്ടാമിയൻ നഗരമായ നിപ്പൂറിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഈ സീലിൽ യൂണിക്കോണിൻ്റെ ഒറ്റക്കൊമ്പുള്ള ഒരു തരം മൃഗം ചിത്രവും ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഊറിലെ കച്ചവടക്കാർ മെലൂഹയുമായി വ്യാപാരബന്ധം നടത്തിയതായി മെസൊപ്പൊട്ടാമിയൻ സാഹിത്യ കൃതികളിൽ പരാമർശിക്കുന്നുണ്ട്. ഹാരപ്പയുടെ തീരപ്രദേശത്തുള്ള ഒരു പട്ടണമാണ് മെലൂഹ എന്നും തെളിഞ്ഞിട്ടുണ്ട്. മെലൂഹയിൽ നിന്നും വരുന്ന പലതരം മര ഉരുപ്പടികളെക്കുറിച്ചും മെസൊപ്പൊട്ടാമിയൻ കളിമൺ ടാബ്ലറ്റുകൾ പരാമർശിക്കുന്നുണ്ട്. തെക്കൻ മെസൊപ്പൊട്ടാമിയൻ ഉപയോഗിച്ചു വരുന്ന മറ്റൊരു വ്യാപാര വസ്തു ആനക്കൊമ്പായിരുന്നു. അക്കൗണ്ട് ഫോർ ദ ഡിക്ലൈൻ ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സംസ്കാരത്തിന്റെ പതന കാരണങ്ങൾ വിലയിരുത്തുക. ഹാരപ്പൻ സംസ്കാരത്തിന്റെ നാശം എങ്ങനെ സംഭവിച്ചു എന്ന് കൃത്യമായി പറയുക വിഷമമാണ്. എങ്കിലും ചില കാര്യങ്ങൾ ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. അവയിൽ പ്രധാനം ഇവയാണ്. 1. വർഷപാതയിൽ വന്ന മഴയുടെ കുറവ് സിദ്ധ് പ്രദേശത്തെ ഒരു മരുഭൂമിയാക്കി മാറ്റി. കാലാവസ്ഥയിൽ വന്ന ഈ മാറ്റം മൂലം ജനങ്ങൾക്ക് നാടുവിടേണ്ടി വന്നു. 2. സിന്ധു നദിയുടെ കാലക്രമത്തിലുണ്ടായ ഗതിമാറ്റം മണ്ണിന്റെ വളക്കൂറ് നഷ്ടപ്പെടുത്തി. ഇതുമൂലം ജനങ്ങൾ നാടുവിട്ടിരിക്കണം. ആര്യന്മാരുടെ ആക്രമണം ഇവരെ നശിപ്പിച്ചിരിക്കാം. ഭൂകമ്പമോ കൊടുങ്കാറ്റോ കാരണം നഗരങ്ങളെയൊക്കെ നശിപ്പിച്ചതാകാമെന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. എക്സ്പ്ലെയിൻ ദ സോഷ്യൽ ലൈഫ് ഓഫ് ഹാരപ്പൻ പീപ്പിൾ. ഹാരപ്പൻ ജനതയുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് വിവരിക്കുക. ഹാരപ്പൻ ജനതയുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് വിവരിക്കുക. ഹാരപ്പൻ ജനതയുടെ സാമൂഹിക ജീവിതത്തിന്റെ സവിശേഷതകൾ താഴെ വിവരിക്കുന്നു. 1. ഭക്ഷണം. പ്രധാനപ്പെട്ട ഭക്ഷണം ഗോതമ്പ്, തിന, പഴം, പച്ചക്കറികൾ, മത്സ്യമാംസാദികൾ. സിദ്ധ്, പഞ്ചാബ്, ബംഗാളിലുള്ള ഹാരപ്പക്കാരുടെ പ്രധാന ഭക്ഷണം ഗോതമ്പും ബാർലിയുമായിരുന്നു. എന്നാൽ ഗുജറാത്ത്, രംഗ്പൂർ എന്നീ വിദേശങ്ങളിലെ ഹാരപ്പക്കാരുടെ പ്രധാന ഭക്ഷണം അരിയും തിനയുമായിരുന്നു. വീടുകളിൽ നിന്നും വഴികളിൽ നിന്നും തെരുവുകളിൽ നിന്നും ലഭിച്ച പകുതി വെന്ത മൃഗങ്ങളുടെ എല്ലുകൾ അവ സസ്യാന്തര ആഹാരവുമായും കഴിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. 2. വസ്ത്രധാരണം. തുണി അരയിൽ ചുറ്റി ഒരറ്റം ഇടത് തോളിൽ ഇട്ട് വലത് കൈയുടെ ചുവട്ടിൽ കൊണ്ടുവരികയാണ് ഹാരപ്പക്കാർ ചെയ്തിരുന്നത്. പരുത്തി തുണിയും കമ്പിളി തുണിയും ഉപയോഗിച്ചിരുന്നു. കൂടാതെ സൂചിയും നൂലും ഉപയോഗിച്ചിരുന്നു. ഫാഷൻ. സ്ത്രീകളും പുരുഷന്മാരും ആഭരണങ്ങൾ ധരിച്ചിരുന്നു. ഇവർ നീണ്ട തലമുടി ഉണ്ടായിരുന്നു. താടി വളർത്തുന്നത് ഫാഷനായിരുന്നു. എങ്കിലും മീശ വടിച്ചു കളിഞ്ഞിരുന്നു. വിനോദങ്ങൾ. മത്സ്യബന്ധനം, കാളപ്പോര്, ചൂതാട്ടം എന്നിവയെല്ലാം അവരുടെ വിനോദങ്ങളായിരുന്നു. കുട്ടികൾ കളിമണ്ണ് കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ചിരുന്നു. സംഗീതം, നൃത്തം എന്നിവയും ഇവരുടെ മുഖ്യ വിനോദങ്ങളായിരുന്നു. 5. ആയുധങ്ങൾ. ഹാരപ്പൻ ജനതയിൽ സമാധാനപ്രിയരായിരുന്നു. മഴു, കുന്തം, വില്ല് എന്നിവയായിരുന്നു അവരുടെ മുഖ്യ യുദ്ധോപകരണങ്ങൾ. മൃഗങ്ങളെ ഇണക്കൽ. മൃഗപരിപാലനം ഹാരപ്പക്കാരുടെ ഉപജീവന മാർഗങ്ങളായിരുന്നു. ആട്, ചെമ്മരിയാട്, പശു തുടങ്ങിയവയെ ഇണക്കി വളർത്തിയിരുന്നു. ഭാരം വഹിക്കുന്ന മൃഗങ്ങളായ കഴുതകളെയും ഒട്ടകങ്ങളെയും അവർ വളർത്തിയിരുന്നു. ഈ കാലഘട്ടത്തിൽ കുതിര സാധാരണമായിരുന്നില്ല. 8ാമത്തെ ചോദ്യം. അനലൈസ് ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ഹാരപ്പൻ പീപ്പിൾ. ഹാരപ്പൻ ജനതയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യുക. 1. കൃഷി. ഹാരപ്പക്കാരുടെ പ്രധാന കൃഷികൾ ഗോതമ്പ്, ബാർലി, തിന, എള്ള്, പഴങ്ങൾ, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവ. ഗുജറാത്തിലെ രംഗ്പൂർ, ലോഥൽ എന്നിവിടങ്ങളിൽ നിന്ന് നെല്ല് കൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പരുത്തി കൃഷി ഹാരപ്പയിലും മോഹൻജോദാരോയിലും ഉണ്ടായിരുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. വിളകൾ ഇടകലർത്തിയിട്ടുള്ള കാർഷിക രീതിയായിരുന്നു ഇവരുടേത്. ഗ്രാമങ്ങളിലെ കൃഷിയിടങ്ങളിൽ ഫലഭൂഷ്ടമായിരുന്നു. സിന്ധു നദി ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ മണ്ണായിരുന്നു ഈ ഫലഭൂഷ്ഠതയുടെ അടിസ്ഥാനം. രാജസ്ഥാനിലെ കാലിബാഗനിൽ നിന്നും കളിമണ്ണിൽ തീർത്ത കലപ്പയുടെ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത് കാലിബാഗനിൽ നീലം ഉഴുത്തുമറിച്ച് കൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവാണ്. ജലസേവനത്തിനായി കനലുകളെയും വെള്ളപ്പൊക്കത്തിൻ്റെയുമായി ആശ്രയിച്ചിരുന്നു. ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ധാന്യപ്പുരകൾ ഇവരുടെ കാർഷിക ജീവിതത്തിൻ്റെ തെളിവാണ്. 2. മൃഗപരിപാലനം. ഹാരപ്പക്കാർ പലതരത്തിലുള്ള മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു. കാള, ചെമ്മരിയാട്, കോളാട്, പോത്ത്, പന്നി എന്നീ മൃഗങ്ങളെയാണ് ഇണക്കി വളർത്തിയിരുന്നത്. ഭാരം വഹിക്കുന്നതിനായി കഴുതകളെയും ഒട്ടകങ്ങളെയും വളർത്തിയിരുന്നു.
മുതുകുയർന്ന കാളയായിരുന്നു അവരുടെ പ്രിയപ്പെട്ട മൃഗം. പല ഭാഗത്തു നിന്നും കണ്ടെത്തിയ വനമൃഗങ്ങളുടെ എല്ലിൻ്റെ അവശിഷ്ടങ്ങൾ അവർക്ക് മാൻ, ആന, കാണ്ടാമൃഗം എന്നീ മൃഗങ്ങളെയും പരിപാലിച്ചതായി കാണിക്കുന്നു. ആനയുടെയും കാണ്ടാമൃഗത്തിൻ്റെയും കളിമൺ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 3. അളവും തൂക്കങ്ങളും. കച്ചവടത്തിനും മറ്റു വ്യാപാര പ്രവർത്തനങ്ങൾക്കും ഹാരപ്പക്കാർ കൃത്യമായ അളവുകളും തൂക്കവും ഉപയോഗിച്ചിരുന്നു. ഒരുപാട് തൂക്കക്കെട്ടികൾ മൊഹൻജോദാരോവിൽ നിന്നും ഹരപ്പയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഉപകരണങ്ങൾ. കല്ലുകൊണ്ടും വെങ്കലം കൊണ്ടും നിർമ്മിച്ച ആയുധങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. വെങ്കലം കൊണ്ടുണ്ടാക്കിയ പ്രധാന ഉപകരണങ്ങൾ മഴു, അരിവാൾ, സൂചി, ആണി, അറക്കൽ, ചൂണ്ട, ക്ഷൗരക്കത്തി, വാൾ, അമ്പ്, കുന്തം എന്നിവയായിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്ന പ്രധാന ലോഹായുധങ്ങൾ. ഡിസ്ക്രൈബ് സം ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ഹാരപ്പൻ റിലീജിയസ് ലൈഫ്. ഹാരപ്പൻ മതജീവിതത്തിൻ്റെ പ്രധാന സവിശേഷതകൾ വിവരിക്കുക. ഹാരപ്പയിൽ കണ്ടെടുത്ത മുദ്രകളിൽ ആലേഖനം ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളിൽ നിന്നും ടെറാക്കോട്ട രൂപങ്ങളിൽ നിന്നുമാണ് അവിടെ നിലനിന്ന മതത്തെപ്പറ്റിയുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നത്. അരക്കച്ചയും ചിത്രപ്പണികളുമുള്ള തലക്കെട്ടും പൂമാലയും അരഞ്ഞാണവും ധരിച്ച നിലയിൽ അർദ്ധനഗ്നയായ ഒരു സ്ത്രീരൂപം ആലേഖനം ചെയ്യപ്പെട്ട ധാരാളം മുദ്രകൾ കണ്ടുകിട്ടിയതിൽ നിന്ന് ആ രൂപം മാതൃദേവതയുടെയോ പ്രകൃതി ദേവതയുടെയോ ആയിരിക്കുമെന്ന് അനുമാനിക്കുന്നു. അതുപോലെ ഭൂമിദേവതയും ആരാധനയും അവരുടെ ഇടയിലുണ്ടായിരുന്നു. കാലുകൾ അകറ്റി തലകീഴായി നിൽക്കുന്ന നഗ്നയായ സ്ത്രീരൂപത്തിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് ഒരു ചെടി വെളിയിൽ വരുന്ന ചിത്രം ആലേഖനം ചെയ്യപ്പെട്ട മുദ്രകൾ കണ്ടെത്തതാണ് ഈ നിഗമനത്തിനടിസ്ഥാനം. ആ മുദ്രയുടെ മറുവശത്ത് അരിവാൾ കയ്യിലേന്തിയ ഒരു മനുഷ്യൻ്റെയും മുട്ടിന്മേൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെയും ചിത്രങ്ങളാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. അത് മറുവശത്ത് കാണിച്ചിരുന്ന ദേവതയെ പ്രസാദിപ്പിക്കുന്ന നരബലിയുടെ പ്രതീകമായി കണക്കാക്കാം. ശിവാരാധനയും സിന്ധുനദീതടത്തിൽ നിന്ന് ഉദ്ഭവിച്ചതായിരിക്കണം. ഈ അനുമാനത്തിനാസ്പദം 3 തലകളും 2 കൊമ്പുകളും വിപുലമായ ശിരോസ്പാത്രങ്ങളലങ്കാരങ്ങളുമുള്ള മൃഗങ്ങളാൽ വലയം ചെയ്യപ്പെട്ട മനുഷ്യരൂപമാണ്. കാലിബാഗൻ, വനാബലി, ലോത്തൽ എന്നിവിടങ്ങളിൽ കാണുന്ന ഹോമകുണ്ഡങ്ങൾ അഗ്നിയെ സംബന്ധിച്ച ആചാരങ്ങൾ, അഗ്നിപൂജ ഉണ്ടായിരുന്നതായി വെളിപ്പെടുത്തുന്നു. മൃഗബലി നടന്നതിൻ്റെ തെളിവുകൾ ഉണ്ട്. ജലാരാധനയെയും ജലത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെയും ശക്തിയുള്ള വിശ്വാസത്തെയും സൂചിപ്പിക്കുന്നതാണ് ഇവിടെ കണ്ടുപിടിക്കപ്പെട്ട വലിയ സ്നാനഘട്ടം. സിന്ധുതട നിവാസികൾക്ക് മന്ത്രവാദത്തിലും ഭൂതപ്രേതങ്ങളിലും രക്ഷ ഏലസ് കെട്ടുന്നതിനും വിശ്വാസം ഉണ്ടായിരുന്നു. ശവകുടീരങ്ങളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളിൽ നിന്ന് സിന്ധുതട നിവാസികൾ മരണാന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നതായി കരുതാം. ശവകുടീരങ്ങൾ കാണപ്പെട്ട വസ്തുക്കളിൽ ഭക്ഷ്യവസ്തുക്കൾ, പലതരം മൺപാത്രങ്ങൾ, താലങ്ങൾ, ചെമ്പു കൊണ്ടുള്ള കണ്ണാടികൾ, ആഭരണങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. അതിന് 10ാമത്തെ ക്വസ്റ്റ്യനാണ്. ഡിസ്കസ് ദ ട്രേഡ് ആൻഡ് കോമേഴ്സ് ആക്ടിവിറ്റീസ് ഓഫ് ഹാരപ്പൻ പീപ്പിൾ. ഹാരപ്പൻ ജനതയുടെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുക. ഹാരപ്പൻ ജനത വിപുലമായ ഒരു ആഭ്യന്തര വിദേശ വ്യാപാര ശൃംഖല സൃഷ്ടിച്ചവരായിരുന്നു. വിദൂര സ്ഥലങ്ങളുമായുള്ള വ്യാപാരം ഹാരപ്പൻ നഗരതയുടെ ആദ്യ കാലഘട്ടത്തുണ്ടായിരുന്നില്ല. എന്നാൽ അതിൻ്റെ വികസിത കാലഘട്ടത്തിൽ വ്യാപാര അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. ഐക്യരൂപമുള്ള അളവു തൂക്കങ്ങൾ, കൈവേലകയുള്ള പ്രധാന പട്ടണങ്ങൾ ഉണ്ടായിരുന്ന കൂറ്റൻ കലവറകൾ, സീലുകൾ, ലോഥലിൽ കണ്ടെത്തിയ കപ്പൽ സങ്കേതം ഇവയെല്ലാം ഐശ്വര്യപൂർണമായി വ്യാപാരം നടത്തിയിരുന്നു എന്നതിൻ്റെ തെളിവുകളായിരുന്നു. കല്ല്, ലോഹം, ശംഖ്, ധാന്യം തുടങ്ങിയവയാണ് പ്രധാനമായും അവർ വ്യാപാരം നടത്തിയിരുന്ന വസ്തുക്കൾ. നിർമ്മാണ വസ്തുക്കളും ഭക്ഷ്യധാന്യവും പകരം നൽകി അയൽ പ്രദേശത്തു നിന്നും ലോഹം അവർ ഇറക്കുമതി ചെയ്തു. മോഹൻജോദാരോ, ഹരപ്പ, കാലിബാഗൻ,
ലോഥൽ എന്നിവിടങ്ങളിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഡിസ്ക്രൈബ് ഹാരപ്പൻ സ്ക്രിപ്റ്റ്. ഹാരപ്പൻ ലിപിയെ നിർവചിക്കുക. ഹാരപ്പൻ ലിപി. ഹാരപ്പക്കാർക്ക് അവരുടേതായ ഒരു എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു. മുദ്രകളിലാണ് ഇവ നിലനിന്നിരുന്നത്. ചിത്രരൂപത്തിലായിരുന്നു ഉള്ളതായിരുന്നു ലിപികൾ. ഇവരുടെ എഴുത്തു വലതു നിന്ന് ഇടത്തോട്ടായിരുന്നു. നിർഭാഗ്യവശാൽ ഈ എഴുത്തുവിദ്യ ഇതുവരെ വായിച്ചെടുക്കാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇതുവരെയാണ് നമ്മളെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഇനി നമുക്കതൊന്ന് എക്സ്പ്ലനേഷൻ ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ 2 ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻ തന്നതാണ്. അപ്പോൾ ഇന്ന് 3ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ എക്സ്പ്ലനേഷൻ നോക്കാം. 3ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളെ കുറിച്ച് വിശദീകരിക്കുക. അതായത് 3ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 1ാമത്തേത് എന്താ? നഗരാസൂത്രണം. എന്താ? ടൗൺ പ്ലാനിങ്. ഹാരപ്പൻ പട്ടണങ്ങൾ 2 ഭാഗങ്ങളായിട്ട് ഉണ്ടായിരുന്നു, തരംതിരിച്ചിരുന്നു. ഏതെല്ലാം? കീഴ്പട്ടണവും കോട്ട എന്നുള്ളത്. കോട്ട എന്നത് ഏത് ഭാഗത്തുള്ളതായിരുന്നു? ഭരണവർഗത്തിൻ്റെതായിരുന്നു. കാരണം എന്താ? അവിടെ വലിയ കെട്ടിടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്? അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കീഴെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവില്ല അത് സാധാരണക്കാരുടേന്ന്. അപ്പോൾ കീഴ്പട്ടണം ആരുതാണ്? സാധാരണക്കാരുടെ താമസ സ്ഥലമായിരുന്നു. അവർ താമസിക്കുന്നത്, അതായത് സാധാരണക്കാർ താമസിക്കുന്നത് എവിടെയായിരുന്നു? കീഴ്പട്ടണത്തിലായിരുന്നു. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു സവിശേഷത വീടുകൾ. അവിടെ എന്തിൻ്റെത്? തെരുവുകളുടെ ആസൂത്രിതമായ തെരുവുകളുടെ ഇരുവശങ്ങളിലായിട്ടാണ് അവിടെ വീടുകൾ ഉണ്ടായിരുന്നത്. ഒറ്റ മുറിയുള്ള വീടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 12 മുറികളുള്ള റൂമുകളും ഉണ്ടായിരുന്നു. കോണിപ്പടികളും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇരുനില വീടുകൾ ഉണ്ടായിരുന്നു. അവിടെ പിന്നെന്താ? കോണിപ്പടിയില്ല, അതായത് ഏണി എന്നൊക്കെ പറയില്ല, സ്റ്റെപ്സിൻ്റെ അവശിഷ്ടങ്ങളും അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അനുമാനിക്കാം? അവിടെ 2 നില 2 തട്ടീൻ്റെ വീടും ഉണ്ടായിരുന്നെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, മിക്ക വീടുകളിൽ എന്തുണ്ടായിരുന്നു? സ്വന്തം കിണറും നടുമുറ്റവും, അതായത് മുറ്റവും ഉണ്ടായിരുന്നു. എല്ലാ വീടുകൾക്കും ശൗചാലയങ്ങളും ഉണ്ടായിരുന്നു. 3ാമത്തെ സവിശേഷതയാണ് അഴുക്കുചാൽ സമ്പ്രദായം, ഡ്രൈനേജ് സിസ്റ്റം. അപ്പോൾ അതിൽ പറയുന്നത് എന്താ നോക്കിയേ? ഹാരപ്പൻ നഗരങ്ങളിൽ 1ാം തരം, അതായത് ഏറ്റവും നല്ല ശുചീകരണമായിരുന്നു എപ്പോൾ ഉണ്ടായത്? ഹാരപ്പൻ സംസ്കാര കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. മുഴുവൻ പട്ടണങ്ങൾക്കും എന്തുണ്ടായിരുന്നു? പൊതുവായ ഒരു അഴുക്കുചാൽ പദ്ധതി ഉണ്ടായിരുന്നു. വീടുകളിൽ അഴുക്കുചാൽ തെരുവുകൾ ചാലുമായി ബന്ധിപ്പിച്ചിരുന്നു. ഇഷ്ടികയോ കല്ലിൻ്റെ സ്ലാബോ ഉപയോഗിച്ച് ഇവ മൂടിയിരുന്നു. ആരോഗ്യത്തിൻ്റെയും സുരക്ഷിതത്വവും ഹാരപ്പൻ ജനത കൽപ്പിച്ച പ്രാധാന്യം ഈ നല്ല ശുചീകരണവും അഴുക്കുചാൽ സമ്പ്രദായം വെച്ചിട്ട് നമുക്ക് അനുമാനിക്കാം? ഇവർക്ക് ആരോഗ്യത്തിനും ശുചിത്വത്തിനും ഹാരപ്പൻ ജനത വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് മനസ്സിലാക്കാം. അടുത്ത 4ാമതായിട്ടുള്ളത് വലിയ കുളിപ്പുര. ഇത് എവിടെയാണ് കണ്ടെത്തിയിട്ടുള്ളത്? മോഹൻജോദരോവിലാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. കുളത്തിൻ്റെ അടിത്തട്ട് കന്മദം എന്ന ധാതു ഉപയോഗിച്ച് വെള്ളം ചോരാതാക്കിയിരുന്നു. ഇപ്പോൾ ഒരു ഓൾസാൻറ്റ് ഉണ്ടെങ്കിൽ എന്താകും? ആ വെള്ളം ചോർന്നു പോയില്ലേ? അപ്പോൾ ഹാരപ്പൻ ജനത അത് കന്മദം എന്ന ധാതു ഉപയോഗിച്ച് മൂടിയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. ആ കുളത്തിന് ചുറ്റും എന്തുണ്ടായിരുന്നു? നിരവധി മുറികൾ ഉണ്ടായിരുന്നു. അത് എന്തിനായിരിക്കണം? വസ്ത്രങ്ങൾ മാറാനായിരിക്കണം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? ഈ മുറികൾ എന്തിനായിരിക്കണം? അനുഷ്ഠാനപരമായ ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ വരുന്ന ആർക്ക്? രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കും സ്നാനത്തിനുള്ളതായിരിക്കണം ഈ കുളം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 4th ക്വസ്റ്റ്യൻ, ഹാരപ്പൻ കാലഘട്ടത്തിൽ കലകളും വൈക്കോലുകളും എപ്രകാരമായിരുന്നു? എങ്ങനെയൊക്കെയായിരുന്നു? ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മുദ്രകൾ, കളിമൺ രൂപങ്ങൾ, മൺപാത്രങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയ അവയുടെ കലാവിരുതിന് ഉദാഹരണമാണ്. എന്തൊക്കെ ഉണ്ടായിരുന്നു? മുദ്രകൾ, കളിമൺ രൂപങ്ങളും മൺപാത്രങ്ങളും ആഭരണങ്ങളും. അപ്പോൾ ഫസ്റ്റ് നോക്ക്, മൺപാത്രങ്ങൾ. മൺപാത്ര നിർമ്മാണത്തിനായി ഉപയോഗിച്ച ചൂളകളുടെ അവശിഷ്ടങ്ങൾ ധാരാളമായി ലഭിച്ചിട്ടുണ്ട്. മൺപാത്രങ്ങൾ പൊതുവെ ചെറുതും ചിത്രപണികൾ ഉള്ളതുമായിരുന്നു. എങ്ങനത്തെ മൺപാത്രങ്ങളായിരുന്നു? പൊതുവെയായിട്ട് ചെറുതും ചിത്രപണികൾ ഉള്ളതുമായിരുന്നു മൺപാത്രങ്ങൾ. മൺപാത്രങ്ങളിൽ സസ്യങ്ങൾ
പക്ഷികൾ, മൃഗങ്ങൾ, മനുഷ്യരൂപങ്ങൾ എന്നിവയുടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതായത് ആലേഖനം എന്ന് വെച്ചാൽ എന്താ? വരച്ചിരുന്നത്. എന്തൊക്കെ മൺപാത്രങ്ങളിൽ വരച്ചിരുന്നു? സസ്യങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, മനുഷ്യരൂപങ്ങൾ എന്നിവയൊക്കെ ഈ മൺപാത്രങ്ങളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്, അതായത് വരച്ചിരുന്നു. ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും കണ്ടെത്തിയ ചില പാത്രങ്ങൾ ഒഴിച്ചാൽ ഹാരപ്പൻ മൺപാത്രം പൊതുവെ ഒരേപോലെയുള്ളതായിരുന്നു. അപ്പം എന്ത് പറയുന്നത്? ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിലും നിന്നും കണ്ടെത്തിയ മൺപാത്രങ്ങളിൽ ഒഴിച്ചാൽ ഹാരപ്പൻ മൺപാത്രങ്ങൾ എന്തായിരിക്കുന്നു? എല്ലാം ഒരുപോലെയുള്ളതായിരുന്നു. ഏതൊക്കെ നിറങ്ങളുള്ളതായിരുന്നു? കറുപ്പും ചുവപ്പും നിറങ്ങളുള്ളതായിരുന്നു. അടുത്തത് എന്താ? ശില്പകലയും കൊത്തുപണിയും. ഹാരപ്പൻ ജനത എന്തുപയോഗിച്ചാണ് പ്രതിമകൾ നിർമ്മിച്ചിരുന്നത്? വെങ്കലം, കളിമൺ എന്നിവ കൊണ്ടാണ് എന്താക്കിയിരുന്നത്? പ്രതിമകൾ അവർ നിർമ്മിച്ചിരുന്നത്. മോഹൻജോദാരോവിൽ നിന്ന് കണ്ടെത്തിയ വെങ്കലത്തിൽ നിർമ്മിച്ച നർത്തകിയുടെ രൂപമാണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ കലാശില്പം. അതായത് എന്ത് പറയുന്നത്? മോഹൻജോദാരോവിൽ നിന്ന് എന്ത് കണ്ടെത്തിയിട്ടുണ്ട്? വെങ്കലത്തിൽ നിർമ്മിച്ച ഒരു നർത്തകിയുടെ രൂപം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഏറ്റവും പ്രസിദ്ധമായ എന്താണ്? കലാശില്പമാണ് ഹാരപ്പൻ ജനതയുടെ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ്, അതൊന്ന് വരയിട്ട് വെച്ചോ. മോഹൻജോദാരോവിൽ നിന്ന് കണ്ടെത്തിയ മറ്റൊരു പ്രതിമ ഒരു യോഗിയുടേതാണ്. ഈ പ്രതിമയ്ക്ക് മീശയില്ലെങ്കിലും എന്തുണ്ടായിരുന്നു? താടി ഉണ്ടായിരുന്നു. ഇതെന്ത്? പുരോഹിതനാണെന്ന് കരുതുന്നു. ഹരപ്പയിൽ നിന്ന് വെങ്കലത്തിൽ നിർമ്മിച്ച 2 കാളവണ്ടികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഹരപ്പയിൽ നിന്ന് മറ്റെന്ത് കണ്ടെത്തിയിട്ടുണ്ട്? വെങ്കലത്തിൽ നിർമ്മിച്ച 2 കാളവണ്ടികൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ധാരാളം കളിമൺ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനാൽ പക്ഷി മൃഗാദികളുടെയും സ്ത്രീ പുരുഷ രൂപങ്ങളുമുണ്ട്. അവിടെ വേറെ കുറേ എന്തെല്ലോ കണ്ടെത്തിയിട്ടുണ്ട്. എന്തൊക്കെയാ? ധാരാളം കളിമൺ രൂപങ്ങളും പിന്നെ എന്തൊക്കെയാ അവിടെ ലഭിച്ചിട്ടുണ്ട്? പക്ഷികളുടെയും മൃഗങ്ങളുടെയും സ്ത്രീ പുരുഷ രൂപങ്ങളും അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ലോഥലിൽ നിന്ന് എന്ത് ലഭിച്ചിട്ടുണ്ട്? മുത്ത് നിർമ്മാണ കേന്ദ്രത്തിന്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. ഹാരപ്പ സൈറ്റുകളിൽ നിന്ന് കണ്ടെത്തിയ വളകൾ നിർമ്മിച്ചിരുന്ന പിന്നെന്ത് കണ്ടെത്തിയിട്ടുണ്ട്? ഹാരപ്പൻ സൈറ്റുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള വളകൾ നിർമ്മിച്ചിരുന്നത് എന്തുകൊണ്ടാണ്? കളിമൺ, വെങ്കലം, ആമത്തോട് എന്നിവ ഉപയോഗിച്ചിട്ടാണ് വളകൾ നിർമ്മിക്കാറുണ്ടായിരുന്നത്. വൈഡൂര്യം, മാണിക്യം, സ്വർണ്ണം, വെള്ളി എന്നിവ കൊണ്ട് അവർ ആഭരണം നിർമ്മിച്ചിരുന്നു. എന്തുകൊണ്ട്? വൈഡൂര്യം, മാണിക്യം, സ്വർണം, വെള്ളി എന്നിവ കൊണ്ടാണ് അവർ നിർമ്മിച്ചത്? ആഭരണങ്ങൾ നിർമ്മിച്ചത്. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മെസോപ്പൊട്ടേമിയയുമായി ഹരപ്പയ്ക്കുണ്ടായ വ്യാപാര ബന്ധത്തെക്കുറിച്ച് ഒരു ചെറു വിവരണം നൽകുക. അതായത് എന്താ? മെസോപ്പൊട്ടാമിയ, ഈജിപ്ത്, ഗ്രീക്ക് എന്നീ സ്ഥലങ്ങളിൽ ഹാരപ്പൻ ജനതയുടെ സാധനങ്ങൾക്ക് നല്ല വില ലഭിച്ചിരുന്നു, നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഈ സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയ മുദ്രകൾ ഇതു ശരിവയ്ക്കുന്നു. അപ്പോൾ ഈജിപ്ത്, ഗ്രീക്ക് എന്നീ സ്ഥലങ്ങളിൽ നിന്ന് ഈ ഹാരപ്പൻ ജനതയുടെ സാധനങ്ങൾക്ക് നല്ല മാർക്കറ്റായിരുന്നു. ഈ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകൾ ഇത് എന്താക്കുന്നുണ്ട്? ഈ നല്ല മാർക്കറ്റായിരുന്നു എന്നതിന് ശരിവയ്ക്കുന്നുണ്ട്. ഹാരപ്പൻ വ്യാപാരത്തിലെ മുഖ്യ പങ്കാളിയും ഹാരപ്പൻ ഉൽപ്പന്നങ്ങൾ പ്രധാന ഉപഭോക്താവും മെസോപ്പൊട്ടാമിയ ആയിരുന്നു. അതായത് ഹാരപ്പൻ വ്യാപാരത്തിന് മുഖ്യ പങ്കാളിയും മുഖ്യ പങ്കാളിയും ഹാരപ്പൻ ഉൽപ്പന്നങ്ങളുടെ പ്രധാന ഉപഭോക്താവും ആരായിരുന്നു? മെസോപ്പൊട്ടാമിയ ആയിരുന്നു. സൂസ, ഊർ, കുഷ്, ലുഗാഷ് തുടങ്ങിയ മെസോപ്പൊട്ടാമിയൻ നഗരങ്ങളിലായിട്ടാണ് ഏകദേശം 2 ഡസൻ ഹാരപ്പൻ മുദ്രകൾ ലഭിച്ചിട്ടുണ്ട്. എത്ര? 2 ഡസൻ മുദ്രകളാണ് ലഭിച്ചിട്ടുള്ളത്. ഇത്തരം മുദ്രകൾ പേർഷ്യൻ ഗൾഫ് പ്രദേശങ്ങളായ എവിടെയാണ്? ഫലീക്ക, ബഹ്റിൻ എന്നീ സൈറ്റുകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഹാരപ്പൻ ലിപിയോട് കൂടിയ ഒരു സീൽ മെസോപ്പൊട്ടാമിയ നഗരമായ നിപ്പൂറിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഈ സീൽ യൂണിക്കോൺ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയല്ലോ, ഒറ്റ കൊമ്പുള്ള ഒരു തരം മൃഗമാണ്. ഇപ്പുറത്തെ കുട്ടികളോടൊക്കെ ചോദിച്ചാൽ അറിയാം എന്താണ് യൂണിക്കോൺ എന്ന് ചോദിച്ചാൽ. അപ്പം ആ യൂണിക്കോണിൻ്റെ ചിത്രവും ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഊറിലെ കച്ചവടക്കാർ മെലൂഹയുമായി വ്യാപാര ബന്ധം നടത്തിയതായി മെസോപ്പൊട്ടാമിയൻ സാഹിത്യകൃതികളിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഊർ എന്ന പ്രദേശത്തിലെ കച്ചവടക്കാർ മെലൂഹയുമായി വ്യാപാരം നടത്തിയിരുന്നു
എന്ന് എവിടെ പറയുന്നുണ്ട്? മെസോപ്പൊട്ടാമിയൻ സാഹിത്യ കൃതികളിൽ എന്താക്കുന്നുണ്ട്? പരാമർശിക്കുന്നുണ്ട്. ഹാരപ്പയുടെ തീരപ്രദേശം ഒരു പട്ടണമാണ് മെലൂഹ. ഹാരപ്പയുടെ തീരപ്രദേശത്തുള്ള എന്താണ്? ഒരു പട്ടണമാണ് മെലൂഹ എന്ന് പറയുന്നത്. മെലൂഹയിൽ നിന്നും വരുന്ന പലതരം മര ഉരുപ്പടികളെക്കുറിച്ചും മെസോപ്പൊട്ടാമിയൻ കളിമൺ ടാബ്ലറ്റുകൾ അതായത് ഫലകങ്ങൾ പരാമർശിക്കുന്നുണ്ട്. തെക്കൻ മെസോപ്പൊട്ടാമിയയിൽ ഉപയോഗിച്ചിരുന്ന മറ്റൊരു വ്യാപാര വസ്തുവായിരുന്നു എന്ത്? ആനക്കൊമ്പ്. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പതനത്തിനുണ്ടായ കാരണങ്ങൾ വിലയിരുത്തുക. അതായത് എന്ത്? ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകളാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്താ പറയുന്നുള്ളത്? ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പതനത്തിനുള്ള കാരണങ്ങൾ. അപ്പോൾ നോക്ക്, എന്തെന്ന് നോക്ക്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ നാശം എങ്ങനെ സംഭവിച്ചുവെന്ന് കൃത്യമായി പറയുക വിഷമമാണ്. എങ്കിലും ചില കാര്യങ്ങൾ എന്താ ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടത് എന്താണ്? വർഷപാതയിൽ വന്ന മഴയുടെ കുറവ് സിദ്ധ് പ്രദേശത്തെ ഒരു മരുഭൂമിയാക്കി മാറ്റി. കാലാവസ്ഥയിൽ വന്ന ഈ മാറ്റം മൂലം ജനങ്ങൾ നാടുവിടേണ്ടി വന്നു. അതായത് എന്ത് പറയുന്നുള്ളത്? വർഷപാതയിൽ വന്ന മഴയുടെ കുറവ്, അതായത് മഴ വരാതായപ്പോൾ എന്തായി? സിദ്ധ് പ്രദേശം മുഴുവൻ എന്തായി? ഒരു മരുഭൂമി പോലെ ആയി. ഈ കാലാവസ്ഥയിലുണ്ടായ ഈ മാറ്റം കാരണം എന്താക്കി? ജനങ്ങൾ അവിടെ നിന്ന് നാടുവിട്ടു കാണും. സിന്ധു നദിയുടെ കാലക്രമത്തിലുണ്ടായ ഗതിമാറ്റം മണ്ണിന്റെ വളക്കൂർ നഷ്ടപ്പെടുത്തി. ഇതുമൂലം ജനങ്ങൾ നാടുവിട്ടിരിക്കണം. അതായത് അടുത്തതായിട്ട് എന്ത് പറയുന്നുള്ളത്? സിന്ധു നദിയുടെ കാലക്രമത്തിലുണ്ടായിരുന്ന ഗതിമാറ്റം എന്തായി? മണ്ണിന്റെ വളക്കൂറ് നഷ്ടപ്പെടുകയുണ്ടായി. ഇതുമൂലമാണ് എന്ത്? ജനങ്ങൾ നാടുവിട്ടിരിക്കണം. ഇതുമൂലം എന്തായിരിക്കാം? ജനങ്ങൾ നാടുവിട്ടിരിക്കണം എന്ന് പറയുന്നത്. ആര്യന്മാരുടെ ആക്രമണം ഇവരെ നശിപ്പിച്ചേക്കാം. അതായത് ആര്യന്മാർ എന്താക്കിയിരിക്കാം? ഇവരെ നശിപ്പിച്ചിട്ടുണ്ടാവാം. ഭൂകമ്പമോ കൊടുങ്കാറ്റോ കാരണം നഗരങ്ങളൊക്കെ നശിച്ചതാകാമെന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. പിന്നൊരു അഭിപ്രായമുള്ളത് എന്ത്? ഭൂകമ്പമോ കൊടുങ്കാറ്റോ കാരണം എന്തായിട്ടുണ്ടാവും? നഗരങ്ങളൊക്കെ നശിച്ചിട്ടുണ്ടാകും. അത് കാരണം അവിടെ എന്തായി? ഹാരപ്പൻ ജനത പതനത്തിലേക്ക് പോയി എന്ന് പറയുന്നത് ആയിരിക്കാം എന്നാണ് പറയുന്നത്. എക്സ്പ്ലെയിൻ ദ സോഷ്യൽ ലൈഫ് ഓഫ് ഹാരപ്പൻ പീപ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹാരപ്പൻ ജനതയുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് ഒരു വിവരിക്കുക. ഹാരപ്പൻ ജനതയുടെ സാമൂഹിക ജീവിതത്തിലെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് ഇതിൽ പറയുന്നുള്ളത്? എന്തൊക്കെയാണ് അവരുടെ സാമൂഹിക ജീവിതം? ഭക്ഷണം, വസ്ത്രധാരണം, ഫാഷൻ, വിനോദം, ആയുധങ്ങൾ, മൃഗങ്ങളെ ഇണക്കൽ എന്നിവയായിരുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഹാരപ്പൻ ജനതയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? കൃഷി, മൃഗപരിപാലനം, അളവു തൂക്കങ്ങൾ, ഉപകരണങ്ങൾ, ഇവയൊക്കെയാണ് അവരുടെ എന്ത്? സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഹാരപ്പൻ ജനതയുടെ എന്നാൽ അടുത്ത മെയിൻ പോയിന്റാണ് എന്ത്? ഹാരപ്പൻ ജനതയുടെ മതജീവിതത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. എന്തൊക്കെയായിരുന്നു സവിശേഷതകൾ? അവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരു രൂപം കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുള്ളത്? അരക്കച്ചയും ചിത്രപ്പണിയുമായിട്ടുള്ള തലക്കെട്ടും പൂമാലയും അരഞ്ഞാണവും ധരിച്ച ഒരു അർദ്ധനഗ്നയായ ഒരു സ്ത്രീയുടെ രൂപം ആലേഖനം ചെയ്യപ്പെട്ട ധാരാളം മുദ്രകൾ കിട്ടിയിട്ടുണ്ട്. ഇത് ആരുടേതാവാമെന്നാണ് അവർ അനുമാനിക്കുന്നത്? മാതൃദേവതയുടെയോ പ്രകൃതി ദേവതയുടെയോ ആയിരിക്കാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കിട്ടിയിട്ടുണ്ട്? മുദ്ര കൂടി, അതായത് രൂപം കൂടി കിട്ടിയിട്ടുണ്ട്. എന്താണ്? കാലുകൾ അകറ്റി തലകീഴായി നഗ്നയായ സ്ത്രീ രൂപത്തിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് ഒരു ചെടി വെളിയിൽ വരുന്ന ചിത്രം ആലേഖനം ചെയ്യപ്പെട്ട മുദ്രകളും ലഭിച്ചിട്ടുണ്ട്. ഈ മുദ്രയുടെ മറുവശത്ത് അരിവാൾ കയ്യിലേന്തിയ ഒരു മനുഷ്യൻ്റെയും മുട്ടിന്മേൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെയും ചിത്രങ്ങളാണ് ആലേഖനം ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നു. അത് മറുവശത്ത് കാണിച്ചിരിക്കുന്ന ദേവതയെ പ്രസാദിപ്പിക്കുന്ന നരബലിയുടെ പ്രതീകമായി കണക്കാക്കാം. ശിവാരാധനയും സിന്ധു നദീ തടത്തിൽ നിന്നുദ്ഭവിച്ചത് ആയിരിക്കണം. ഈ അനുമാനത്തിനാസ്പദം 3 തലകളുള്ള 2 കൊമ്പുകളും വിപുലമായ ശിരോസ്ത്രാലങ്കാരങ്ങളുമുള്ള മൃഗങ്ങളാൽ വലയം ചെയ്യപ്പെട്ട മനുഷ്യരൂപങ്ങളാണ്. പിന്നെ എന്തുണ്ടായിരുന്നു?
എവിടെയൊക്കെയാണ്? കാലിബാഗൻ, വാനാവാലി, ലോത്തൽ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഓമകുണ്ടങ്ങൾ എന്തിന് ലക്ഷണമാണ്? അഗ്നിപൂജ നടത്തുന്നുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ്. ജലാരാധനയും ജലത്തിൻ്റെ ശുദ്ധീകരണ ശക്തിയുമുള്ള വിശ്വാസത്തെയും സൂചിപ്പിക്കുന്നു. ഇവ കണ്ടുപിടിക്കപ്പെട്ട ഒരു സ്നാനഘട്ടം. സിന്ധു തട നിവാസികൾക്ക് മന്ത്രവാദികളെയും ഭൂതപ്രേതങ്ങളിലും എന്തായിട്ടുണ്ടായിരുന്നു? വിശ്വാസം ഉണ്ടായിരുന്നു. അവർ അതിനു വേണ്ടിയിട്ട് കെട്ടിയിരുന്നു? രക്ഷ കെട്ടിയിരുന്നു, ഏലസ് കെട്ടിയിരുന്നു. അതിനുള്ള വിശ്വാസവും അവർക്കുണ്ടായിരുന്നു എന്ന് പറയുന്നു. ശവകുടീരങ്ങളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളിൽ നിന്ന് സിന്ധു തട നിവാസികൾ മരണാന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നതായി കരുതാം. ശവകുടീരങ്ങൾ കാണപ്പെട്ട വസ്തുക്കൾ ഭക്ഷ്യവസ്തുക്കൾ, പലതരം മൺപാത്രങ്ങൾ, താലങ്ങൾ, ചെമ്പ് കൊണ്ടുള്ള കണ്ണാടികൾ, ആഭരണ നിർമ്മാണം എന്നിവ എന്തായിരുന്നു? ഉൾപ്പെട്ടിരുന്നു. ഇനി 10ാമത്തെ ചോദ്യം എന്ത് പറയുന്നത്? അടുത്തത് പറയുന്ന ഹാരപ്പൻ ജനതയുടെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ് എന്ത് പറയുന്നുള്ളത്. ഹാരപ്പൻ ജനത വിപുലമായ ഒരു ആഭ്യന്തര വിദേശ വ്യാപാര ശൃംഖല സൃഷ്ടിച്ചിരുന്നു. വിദൂര സ്ഥലങ്ങളുമായുള്ള വ്യാപാര ബന്ധം ഹാരപ്പൻ ജനതയ്ക്ക് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിൻ്റെ വികസിത ഘട്ടത്തിൽ വ്യാപാരികൾ അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. ഐക്യരൂപമുള്ള അളവ് തൂക്കങ്ങൾ, കൈവേലയിലുള്ള പ്രത്യേക പരിശീലനം, പ്രധാന പട്ടണങ്ങൾ ഉണ്ടായ കൂറ്റൻ കലവറകൾ, സീലുകൾ, ലേതൽ കണ്ടെത്തിയ കപ്പൽ സങ്കേതം ഇവയെല്ലാം ഐശ്വര്യപൂർണ്ണം വ്യാപാരം നടത്തിയിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ്. പ്രധാനമായും അവർ വ്യാപാരം നടത്തിയിരുന്ന വസ്തുക്കളാണ്. അവർ എന്തൊക്കെ പകരം കൊടുത്തിട്ടാണ് ഇത് ഇറക്കുമതി ചെയ്തിരുന്നത്? നിർമ്മിത വസ്തുക്കളും ഭക്ഷ്യധാന്യവും പകരം നൽകിയിട്ടാണ്. അതായത് അയൽപ്രദേശത്ത് നിന്നും ലോഹങ്ങൾ അവർ ഇറക്കുമതി ചെയ്തത്. മോഹൻജോദാരോ, ഹരപ്പ, കാലിബാഗൻ, ലോതൽ എന്നിവിടങ്ങളിൽ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഹാരപ്പൻ ലിപിയെ നിർവചിക്കുക. അതായത് ഹാരപ്പൻ ലിപികളെ കുറിച്ച് പറയുക എന്നുള്ളത്. എന്തൊക്കെയാണ്? ഹാരപ്പക്കാർക്ക് അവരുടേതായ ഒരു എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു. മുദ്രകളിലാണ് ഇവ നിലനിന്നിരുന്നത്. ഇവ എങ്ങനെയാ? അറബിക്ക് എഴുതുന്ന പോലെ വലത്തുനിന്ന് ഇടത്തോട്ടാണ് എഴുതുന്നത്. നിർഭാഗ്യവശാൽ ഇതുവരെ അത് ആർക്കും വായിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതുവരെയാണ് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ ഹാരപ്പൻ സംസ്കാരം എന്ന പാഠഭാഗം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ പാഠത്തിൻ്റെ ഷോർട്ട് നോട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും ഒരു വീഡിയോ പോലെ ഇടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് ഫംസ്റ്റോക്ക് യൂട്യൂബ് ചാനൽ.